Hello everyone, welcome to the eye-opener video of Thanam Smart Savings and Investment Solutions. ഇന്ത്യൻ ഓഹരി വിപണിയിലെ തകർച്ചയ്ക്ക് പിന്നിലെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നിരവധി സാമ്പത്തിക ആഗോള ഘടകങ്ങൾ കാരണം ഇന്ത്യൻ ഓഹരി വിപണി അടുത്തിടെ വലിയ ഇടിവ് നേരിട്ടു. അതിനുള്ള പ്രധാന കാരണങ്ങളാണ് നമ്മളിവിടെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി ഇന്ത്യൻ ബാങ്കുകളിൽ നിന്നുള്ള ദുർബലമായ വരുമാനത്തെക്കുറിച്ചുള്ള ആശങ്കകളാണ് ഒന്നാമത്തെ പോയിന്റ്. ഈ ഒരു ആശങ്കയാണ് തകർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്. ഇന്ത്യൻ ബാങ്കുകളുടെ നാലാം പാദത്തിലെ വിപണി പ്രതീക്ഷകൾക്ക് താഴെയായിരിക്കുമെന്ന് അനലിസ്റ്റുകൾ പ്രവചിക്കുന്നു. ക്വാർട്ടർ 3യിൽ കണ്ട ഒരു നിരാശാജനകമായിട്ടുള്ള ഒരു ട്രെൻഡ് തുടരുന്നു. നിഫ്റ്റി 50 സൂചികയിൽ ഏകദേശം 30% ബാങ്കിംഗ് ഓഹരികളാണ്. ആയതിനാൽ ഈ മേഖലയിലെ ഏത് നെഗറ്റീവ് പെർഫോമൻസും വിപണിയിൽ നേരിട്ടും അല്ലാതെയും ഗണ്യമായ സ്വാധീനം ചെലുത്തിയേക്കാം. ഇത് നിക്ഷേപകർക്കിടയിൽ വിൽപ്പനാ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു. വിപണിയുടെ തകർച്ചയ്ക്ക് മറ്റൊരു കാരണം ആഭ്യന്തര സ്ഥാപന നിക്ഷേപകർ അഥവാ ഡിഐസിന്റെ പൊസിഷൻസ് ആണ്. സാധാരണയായി FIIs അവരുടെ ഹോൾഡിംഗുകൾ വിൽക്കുമ്പോൾ ഡിഐസ് ആണ് സാധാരണ അത് വാങ്ങാറുള്ളത്. എന്നിരുന്നാലും ഇത്തവണ ഹയർ ലെവലുകളിൽ ഇതിനകം തന്നെ വളരെ വലിയ പൊസിഷൻസ് ഡിഐസ് ഓൾറെഡി അവരുടെ പക്കൽ കരസ്ഥമാക്കിയതിനാൽ ശക്തമായ ഒരു സ്ഥിരതയിൽ പ്രവർത്തിക്കാൻ ഡിഐഎസിന് കഴിയുന്നില്ല. അവരുടെ ഹോൾഡിംഗുകൾ പുനഃസ്ഥാപിക്കാനുള്ള ഈ ഒരു വിമുഖത ബൈയിങ് പ്രവർത്തനങ്ങൾ കുറച്ചിട്ടുണ്ട്. ഇത് വിപണിയുടെ ഇടിവിനെ കൂടുതൽ ശക്തമാക്കുന്നു. രണ്ടാമതായി പറയാവുന്നത് ഉയർന്ന നിലവാരത്തിൽ ട്രാപ്പ് ചെയ്യപ്പെട്ട ഡിഐഎസിനെ കുറിച്ചാണ്. സാധാരണയായി FII അവരുടെ പൊസിഷൻസ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ വിലകൾ സ്ഥിരപ്പെടുത്തുന്നത് ഡിഐഎസിന്റെ പൊസിഷൻസ് ആണ്. ഇത്തവണ ഡിഐഎസിന് പ്രതീക്ഷിച്ച തരത്തിലുള്ള പിന്തുണ നൽകാൻ കഴിയുന്നില്ല. ഇതിനുള്ള ഒരു പ്രധാന കാരണം ഹയർ ലെവലിൽ ഡിഐഎസ് പർച്ചേസ് ചെയ്തതാണ്. ആയതിനാൽ അവരുടെ പൊസിഷൻ ഇതിൽ കൂടുതൽ അവർക്ക് ഇൻക്രീസ് ചെയ്യാൻ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. കൂടാതെ മാർക്കറ്റ് ട്രെൻഡ് കൃത്യമായ ഒരു ഡയറക്ഷൻ നൽകാത്തതിനാൽ ആ ഒരു അവ്യക്തത ഡിഐകൾക്ക് അവരുടെ പോർട്ട്ഫോളിയോകളിൽ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് വരുത്താൻ മടിപ്പുളവാക്കുന്നു. ഡിഐകളിൽ നിന്നുള്ള നിർണായക ബൈയിങ് സമ്മർദ്ദത്തിന്റെ അഭാവം വിപണി മാന്ദ്യത്തിന് കൂടുതൽ കാരണമായി. FIIകളിൽ നിന്നുള്ള സെല്ലിംഗ് പ്രഷർ അതിനെ നേരിടാൻ മതിയായ ഒരു ആഭ്യന്തര പിന്തുണയില്ലാതെ തുടരുന്നു. അടുത്തായി MSCI പുനഃസന്തുലിതാവസ്ഥ. വരാനിരിക്കുന്ന MSCI മോർഗൻ സ്റ്റാൻലി ക്യാപിറ്റൽ ഇന്റർനാഷണൽ റീബാലൻസിംഗ് നിക്ഷേപകരിൽ അനിശ്ചിതത്വം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇവർ ഒരു ഗ്ലോബൽ ഇൻഡെക്സ് ദാതാവാണ്. കൂടാതെ അതിന്റെ ആനുകാലിക റീബാലൻസിംഗ് ആഗോള സൂചികകളിലെ സ്റ്റോക്ക് വെയിറ്റേജുകളെ ബാധിക്കുന്നു. ഇതൊരു പ്രത്യേക തരത്തിലുള്ള സ്റ്റോക്കുകളിലെ വ്യാപാരത്തിന്റെ ഒരു അളവിലും മൂലധന ചലനത്തിലും വർധനവിന് കാരണമാക്കുന്നു. തൽഫലമായി ഡിഐകളും FIIകളും ഈ ഒരു റീബാലൻസിംഗിന് മുന്നോടിയായി അവരുടെ പോർട്ട്ഫോളിയോകൾ ക്രമീകരിക്കുകയും ചെയ്യുന്നത് കൂടുതൽ അസ്ഥിരതയിലേക്ക് നയിക്കുന്നു. വർദ്ധിച്ചു വരുന്ന US ബോണ്ട് ഈൽഡുകൾ. വിപണിയിലെ മാന്ദ്യത്തെ സ്വാധീനിക്കുന്ന ഒരു നിർണായകമായിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് US ബോണ്ട് ഈൽഡുകളിലെ വർധനവാണ്. US ബോണ്ടുകളിൽ ഉയർന്ന വരുമാനം ലഭ്യമാകുമെന്നതിനാൽ ആഗോള നിക്ഷേപകർ ഇന്ത്യ പോലുള്ള വളർന്നു വരുന്ന വിപണികളിൽ നിന്ന് തങ്ങളുടെ മൂലധനം മാറ്റുകയാണ്. US ഗവൺമെന്റിന്റെ മോണിറ്ററി പോളിസിയും US ബോണ്ടുകളെ കൂടുതൽ ആകർഷകമാക്കുന്ന നിക്ഷേപക ഓപ്ഷനാക്കി മാറ്റുന്നതിന് കാരണമായിട്ടുണ്ട്. ബോണ്ട് ഈൽഡുകൾ ഉയർന്ന നിലയിൽ തുടരുന്നിടത്തോളം FIIകൾ ഇന്ത്യയിലെ അവരുടെ ഹോൾഡിംഗുകൾ വിൽക്കുന്നത് തുടരാൻ സാധ്യതയുണ്ട്. ഇത് വിപണിയിലെ ലിക്വിഡിറ്റിയും നിക്ഷേപകരുടെ കോൺഫിഡൻസും കുറയ്ക്കുന്നതാണ്. ഇന്ത്യയിൽ നിന്ന് US ചൈനയിലേക്കുമുള്ള മൂലധന മാറ്റം. ഇന്ത്യയിൽ നിന്ന് US ചൈനയിലേക്കുള്ള മൂലധനത്തിന്റെ ശ്രദ്ധേയമായ മാറ്റം കാണാൻ കഴിയുന്നതാണ്. US ഇക്വിറ്റി മാർക്കറ്റിലെ റിന്യൂവലിനെ തുടർന്ന് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സും US ഓഹരികളിലേക്ക് ഫണ്ടുകൾ കൂടുതലായി മാറ്റുന്നു. കൂടാതെ പലിശ നിരക്ക് കുറയ്ക്കൽ, റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ സ്ഥിരത, ലിക്വിഡിറ്റി ഇൻജക്ഷൻസ് എന്നിവയുൾപ്പെടെയുള്ള സർക്കാരിന്റെ ശക്തമായ സാമ്പത്തിക പിന്തുണ നടപടികൾ കാരണം ചൈന ആകർഷകമായ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു. ഇത് ഇന്ത്യയിൽ വിൽക്കുക, ചൈനയിൽ വാങ്ങുക എന്ന വിപണി തന്ത്രം FIIകൾക്കിടയിൽ വളർന്നു വരാൻ കാരണമായി. ഇത് ഇന്ത്യൻ വിപണിയിൽ നിന്ന് കൂടുതൽ നിക്ഷേപം പുറത്തേക്ക് ഒഴുകാനും കാരണമാകുന്നു. സാമ്പത്തിക അനിശ്ചിതത്വവും വിപണി സ്വാധീനവും. തുടർച്ചയായ സാമ്പത്തിക അനിശ്ചിതത്വം വിപണിയിലെ മാന്ദ്യത്തിന് ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ആഗോളതലത്തിൽ നിരവധി ഘടകങ്ങൾ നെഗറ്റീവ് വികാരത്തിന് കാരണമാകുന്നു. പ്രധാന കാരണങ്ങളിലൊന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയങ്ങളാണ്. ഇത് ആഗോള വ്യാപാര ബന്ധങ്ങളെ തടസ്സപ്പെടുത്തി
പ്രധാന US വ്യാപാര പങ്കാളികൾക്ക് മേൽ അദ്ദേഹം താരിഫ് ചുമത്തിയത് ഒരു ട്രേഡ് വാറിനെ കുറിച്ചുള്ള ഭയത്തിനും ലോകമെമ്പാടുമുള്ള സാമ്പത്തിക വിപണികളിൽ ഫ്ലക്ച്വേഷനും കാരണമായി. ഈ അനിശ്ചിതത്വം നിക്ഷേപകരെ ജാഗ്രത പാലിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇത് ഇന്ത്യൻ ഓഹരികൾ ഉൾപ്പെടെയുള്ള ഓഹരികളോടുള്ള അവരുടെ ഒരു റിസ്ക് കുറച്ചു വെക്കാൻ നിർബന്ധിതരാക്കുന്നു. അടുത്തായി, സുരക്ഷിതമായ നിക്ഷേപമായി സ്വർണം മാറിയതും ഇന്ത്യൻ വിപണികളിൽ അതിന്റെ സ്വാധീനവും. ഈ ഒരു ആശങ്കകൾക്കിടയിൽ സുരക്ഷിതമായ നിക്ഷേപങ്ങൾക്കുള്ള ആവശ്യകത വർദ്ധിക്കുന്നതിനെ കാണിച്ചുകൊണ്ട് US ബാങ്കുകൾ ലണ്ടനിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് വൻതോതിൽ സ്വർണം കൊണ്ടുപോകാൻ തുടങ്ങിയിട്ടുണ്ട്. യൂറോപ്പിൽ നിന്നുള്ള സ്വർണ്ണ ഇറക്കുമതിക്ക് US തീരുവ ഏർപ്പെടുത്തുമെന്ന ഊഹാപോഹങ്ങൾ ഈ ഒരു ട്രെൻഡിന് കൂടുതൽ ആക്കം കൂട്ടി. അതുകൊണ്ട് തന്നെ വിപണിയിലെ ഉത്കണ്ഠകൾക്കിടയിൽ സ്ഥിരത നേടി നിരവധി നിക്ഷേപകർ ഓഹരിയിൽ നിന്ന് സ്വർണത്തിലേക്ക് അവരുടെ നിക്ഷേപങ്ങൾ മാറ്റി സ്ഥാപിച്ചു. സ്വർണം പോലെയുള്ള സുരക്ഷിത ആസ്തികളിലേക്ക് മാറുന്നതിനായി നിക്ഷേപകർ അവരുടെ ഓഹരികൾ ലിക്വിഡേറ്റ് ചെയ്യുന്നതിനാൽ ഈ ചേഞ്ചസ് ഇന്ത്യൻ ഓഹരി വിപണിയിൽ തുടർച്ചയായ വിൽപ്പനാ സമ്മർദ്ദത്തിന് കാരണമായി. ഇനി ഒരു കൺക്ലൂഷനിലേക്ക് കടക്കാം. ഇന്ത്യൻ ഓഹരി വിപണിയിലെ ഇപ്പോഴത്തെ ഇടിവ് പല ആന്തരിക അന്തർദേശീയ ഘടകങ്ങൾ രൂപപ്പെട്ടതിനാൽ ആണെന്നും അതിന് പ്രധാനമായ കാരണങ്ങൾ ബാങ്കിംഗ് മേഖലയിലെ അസ്ഥിരത, DISന്റെ നിക്ഷേപക്കുറവ്, MSCI പുനഃസന്തുലനം, US ബോണ്ട് ഈൽഡ് വർധനവ്, ആഗോള വിപണിയിൽ സാമ്പത്തിക അനിശ്ചിതത്വം, ഇന്ത്യൻ വിപണിയിൽ നിന്ന് വിദേശ നിക്ഷേപങ്ങളുടെ ഒഴുക്ക് എന്നിവയാണെന്നും വ്യക്തമാണ്. എന്നാൽ ഹിസ്റ്റോറിക്കലായി നോക്കുമ്പോൾ ഇത്തരം ഇടിവുകൾ ദീർഘകാല നിക്ഷേപകർക്ക് മികച്ച അവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ അടിസ്ഥാന സാമ്പത്തിക ഘടനയും നീണ്ട കാലയളവിൽ വിപണി മെച്ചപ്പെടുമെന്നാണ് സൂചിപ്പിക്കുന്നത്. മറ്റു കാരണങ്ങൾ പരിഗണിക്കുമ്പോൾ നിക്ഷേപകർക്ക് ഭയപ്പെടാതെ സൂക്ഷ്മതയോടെ മികച്ച ഓഹരികളെ തിരഞ്ഞെടുക്കുന്നതിന് ദീർഘകാല നിക്ഷേപ സാധ്യതകൾ തേടാവുന്നതാണ്. ആയതിനാൽ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് വളരെ ജാഗ്രതയോടെ വിപണി നിരീക്ഷിക്കുകയും മികച്ച അവസരങ്ങൾ തിരിച്ചറിയാൻ തയ്യാറാവുകയും വേണം. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടതിൽ സന്തോഷം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചെറിയ ചെറിയ കമന്റുകൾ എഴുതി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.